ചെന്നൈയിൻ എഫ് സിക്കെതിരെ 1-0 എന്ന് പറയുന്ന ഒരു സ്കോറിൽ വിജയിച്ച് ബംഗളൂരു എഫ് സിയും ഇതാ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കുന്നു. നാലാമത്തെ ടീമായിട്ട് മാറുന്നു. മോഹൻ ബഗാനും എസ് സി ഗോയ്ക്കും ജംഷഡ്പൂരിനും ശേഷം ബംഗളൂരു എഫ് സി എന്നുള്ളതാണ്. ഇനി 2 സ്പോട്ടുകൾ മാത്രമാണുള്ളത്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരമുള്ളത് 3 ടീമുകളാണ്. അറിയാലോ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയുമാണ് ആ സാധ്യതകൾ നിൽക്കുന്നത്. കാൽക്കുലേറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ മറ്റു ചില ടീമുകൾക്കും സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം ആദ്യ പകുതിയിൽ അങ്ങനെ ഒരുപാട് ചാൻസുകളൊന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും വന്നിട്ടുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ വരുന്നത് ബംഗളൂരു എഫ് സിയുടെ ആ ഒരു ഗോളിൽ നിന്നാണ്. ആ ഒരു ഗോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗോൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് പീസ് സിറ്റുവേഷനാണ്. അതാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അങ്ങനത്തെ ഒരു പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. കാരണം നൊഗ്വേറെ പോലത്തെ ഒരു അത്രയും ഡിസ്റ്റൻസിൽ നിന്നൊരു ഉഗ്രൻ ഫ്രീ കിക്ക് ഡെലിവറിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. അത് ഫിനിഷ് ചെയ്യാൻ രാഹുൽ ബൈക്കെ പോലത്തെ ഒരു ഡിഫൻഡറാണെന്ന് അറിയിക്കണം. ഒരു അറ്റാക്കിംഗ് പ്ലെയർ, ഒരു സ്കോറർ പ്ലെയർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഫിനിഷിംഗ് ആണ്. ആ ഒരു ഗോളിലാണ് ബംഗളൂരു എഫ് സിക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചതും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ കോർണർ ഷീൽഡ്സിൻ്റെ ഒരു ഹെഡർ ചാൻസ് ആണ് എടുത്തു പറയാൻ പറ്റുന്നത്. അതർവൈസ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സാധ്യതകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം. ഇനി രണ്ടാം പകുതിയിലേക്ക് വരുന്നൊരു സമയത്ത് ബംഗളൂരു എഫ് സി കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിച്ചു എന്ന് പറയാം. ഒരുപാട് അവസരങ്ങൾ അവർ ഇത് ചെയ്തു. അതുപോലെ ഒരു അഗ്രഷൻ അറ്റാക്കിലേക്ക് കാണിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നു. എന്നാൽ കുറച്ച് ചേഞ്ചസ് ചെന്നൈയിൻ എഫ് സി നടത്തിയപ്പം ചീമയെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്താണ് 80 മിനിറ്റുകൾക്ക് ശേഷമാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്ത് നിന്ന് മികച്ച അറ്റാക്കിംഗ് ശ്രമങ്ങൾ കൃത്യമായിട്ട് വരാനായിട്ട് തുടങ്ങിയത്. അതിൽ ആദ്യം ചീമയ്ക്ക് ലൂക്കാസ് ബ്രാംബിലെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതായത് മിസ് കിക്കായി പോയി, അത് നടന്നില്ല. തൊട്ടടുത്ത മിനിറ്റ് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഇർഫാൻ യാദവ് അതൊരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അത് ക്ലിയറായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നൊരു സാധ്യതയായിരുന്നു. അതും നടന്നില്ല. അതിനുശേഷം ലൂക്കാസ് ബ്രാംബിലേക്ക് ഇതുപോലെ ഒരു അവസരം, ഒരു വോളി ശ്രമം ഉണ്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് മിസ്സായി പോകുന്ന സാഹചര്യം വന്നു. അത് ആക്ച്വലി ഈ 3-ൽ ഒരു 2 ഗോളെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരങ്ങൾ തന്നെയായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു മത്സരത്തിൽ ഒരു വിജയം നേടാനും അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ നിർത്താനോ സാധിച്ചു. എന്താണെങ്കിലും ചെന്നൈയിൻ എഫ് സി ലിറ്ററലി ഔട്ടായി എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബംഗളൂരു എഫ് സിക്ക് അടുത്ത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ പ്ലേ ഓഫ് സ്റ്റേജിലേക്ക് ഈ ഒരു വിജയം പ്രോഗ്രസ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. ബംഗളൂരു എഫ് സി കുറച്ച് പ്രശ്നങ്ങൾ, ഇപ്പം ചില പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതെ ഛേത്രിയെ ബെഞ്ച് ചെയ്തും ഇങ്ങനെയൊക്കെയുള്ളൊരു 11 ആയിരുന്നു ഇറക്കിയത്. എന്നിട്ട് കൂടി അവർക്ക് ആ ഒരു വിജയം നേടാനും മികച്ച രീതിയിൽ ഇപ്പം ബി എഫ് സി തന്നെയാണ് ഒരു ബെറ്റർ ഡിസ്പ്ലേ കാഴ്ചവെച്ചതെന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായും കമ്പോസ് സനിയ.